ആ അതിഭയങ്കരമായ ശബ്ദം കേട്ട് ഞാനും അതുപോലെ ഋതുവും ഒരുപോലെ ഞെട്ടിവിറച്ചു. ഉറക്കെയുള്ള ശബ്ദം എനിക്ക് വലിയ പേടിയാണ്. അതുകൊണ്ട് മാത്രം വെടിവഴിപാടുള്ള അമ്പലങ്ങളിൽ പോയി 1 കിലോമീറ്റർ ദൂരെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചോടുന്നവനും ദീപാവലിയുടെ അന്ന് അടുത്തുള്ള കാട്ടിൽ പോയി ഒളിച്ചിരിക്കുന്നവനുമായ എന്റെ നിക്കർ ഈ ഭയങ്കര ശബ്ദം കേട്ടതോടെ ചെറുതായി നനഞ്ഞു. ശബ്ദം കേട്ട് ഞെട്ടിവിറച്ച ഋതു എന്നെ പൂണ്ടടങ്ങം കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. എന്റെ ശരീരത്തോട് ഒട്ടിയിരിക്കുന്ന അവളുടെ ഹൃദയം പടക്കോ പടക്കോ എന്നിടിക്കുന്നത് ഞാൻ അറിഞ്ഞു. എന്തായാലും ഇത്തരം ഒരു ഭയാനക ശബ്ദം ഇവിടെ സംജാതമായത് വെരി ഗുഡായി. ആദ്യരാത്രിയിൽ ഭാര്യയെ ഒന്ന് ആലിംഗനം ചെയ്യാനെങ്കിലും ഇതുമൂലം സാധിച്ചല്ലോ. ലോകമാകമാനമുള്ള ചെറുതും വലുതുമായ സകലമാന ശബ്ദങ്ങൾക്കും എന്റെ കൂപ്പുകൈ. എന്താ ഉണ്ണിയേട്ടാ ഈ ശബ്ദം? പേടി മാറിയതോടെ എന്നിൽ നിന്ന് അകന്നു മാറിക്കൊണ്ട് ഋതു ചോദിച്ചു. അറിയില്ല ഋതു. എന്തൊരു ഒച്ചയായിരുന്നു, ഋതു പറഞ്ഞു. ഇനി റഷ്യയെങ്ങാനും ഈ മുറിയിൽ അണുവായുധം ഇട്ടതാണോ? ഉദ്വേഗത്തോടെ ഞാൻ ആരാഞ്ഞു. മണ്ടത്തരം പറയാതെ, നാടൻ ബോംബിന്റെ ഒച്ച പോലെയാ എനിക്ക് തോന്നിയത്. നാടൻ ബോംബിന്റെ ഒച്ച നീ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടോ? ഇല്ല, പക്ഷേ പത്രത്തിൽ വായിച്ചിട്ടുണ്ട്. മണ്ടത്തരം പറയാതെ, പത്രത്തിലെ വാർത്തയിൽ ഒച്ച കാണുമോ? ഇത് നമ്മുടെ പറമ്പിൽ ഏതോ വിമാനം തകർന്നു വീണതാണ്. ഞാൻ ശബ്ദത്തിന്റെ ഉറവിടം കണ്ടെത്തി കഴിഞ്ഞിരുന്നു. ഉണ്ണിയേട്ടനാ മണ്ടത്തരം പറയുന്നത്. ശബ്ദം ഈ മുറിക്കകത്താ കേട്ടത്. ഉണ്ണിയേട്ടൻ രാഷ്ട്രീയത്തിലുണ്ടോ? ഇല്ല. എന്താ അങ്ങനെ ചോദിച്ചത്? പിന്നെങ്ങനെ ഈ മുറിയിൽ നാടൻ ബോംബ് വന്നു? ഉണ്ണിയേട്ടൻ ഇവിടെ ഒളിപ്പിച്ചു വച്ചിരുന്ന നാടൻ ബോംബ് പൊട്ടിത്തെറിച്ച ശബ്ദമാണ് ആ കേട്ടത്. ഞാൻ ഇപ്പോൾ പോലീസിനെ വിളിക്കും. എടിയ മന്ദബുദ്ധി, ഈ മുറിയിൽ നാടൻ ബോംബ് പൊട്ടിയിരുന്നെങ്കിൽ നീയും ഞാനും ഇങ്ങനെ ജീവിച്ചിരിക്കുമോ? ദേ, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേതിന് പോലീസിനെ വിളിക്കുന്ന നിന്റെ ഈ ഏർപ്പാട് നല്ലതിനല്ല കേട്ടോ. എനിക്ക് ദേഷ്യം വന്നു. അപ്പോൾ വാതിലിൽ ശക്തമായ മുട്ട് കേട്ടു. മലയിലെ മാമന്റെ ശബ്ദം മുഴങ്ങി. മോനെ, എന്താ അകത്തൊരു വെടിയും പുകയും? മധുമാമന്റെ കരച്ചിൽ പിന്നാലെ. മോനെ ഉണ്ണി, എന്താടാ മിണ്ടാത്തത്? നീ മരിച്ചോടാ? എന്താ മോനെ അകത്ത് പൊട്ടിയത്? കന്യാചർമ്മമാണോടാ? മോനെ, എന്തെങ്കിലും ഒന്ന് പറയടാ ഉണ്ണിക്കുട്ടാ. അതിനുശേഷം മധുമാമൻ മറ്റുള്ളവരോട് പറയുന്നത് കേട്ടു. രണ്ടും തീർന്നെന്നാ തോന്നുന്നത്. മാവ് മുറിക്കാനും കുഴിവെട്ടാനും പി ശശിയെ വിളിക്കൂ. തുടർന്ന് പെണ്ണുങ്ങൾ നിലവിളി ശബ്ദം ഉച്ചത്തിലിട്ടു. ദേഷ്യത്തോടെ ഞാൻ വാതിൽ തുറന്നിട്ട് അലറി. നിർത്ത്, ഇവിടെ ആരും ചത്തിട്ടില്ല. എന്താടാ അകത്തൊരു ഒച്ച കേട്ടത്? വനജമാമി ചോദിച്ചു. അണ്ടർ ഗ്യാസ് എങ്ങാനും പോയതാണോടാ? പട്ടിക്കാട്ടിലെ അപ്പൂപ്പന് സംശയം. ഞാൻ അപ്പൂപ്പനെ രൂക്ഷമായി ഒന്ന് നോക്കി. അത് കണ്ട് ചൂളിപ്പോയ അപ്പൂപ്പൻ പതിയെ അവിടെ നിന്ന് മുങ്ങി. ഞാൻ പറഞ്ഞു, മുറിയിൽ എന്തോ ഒരു വലിയ ശബ്ദം കേട്ടു. അതെന്താണെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ വല്ലാതെ പേടിച്ചുപോയി. ഞാനൊന്ന് നോക്കട്ടെ. സുമാരൻ വല്യച്ചൻ ഒരു പോലീസുകാരന്റെ ഗൗരവത്തോടെ മുറിക്കകത്തേക്ക് കയറി. സുമാരൻ വല്യച്ചന്റെ തലയിൽ നിന്ന് പറന്നുപോയ കിളി തിരികെ വന്നല്ലോ. ഞാൻ അതിശയിച്ചു. സുമാരൻ വല്യച്ചൻ റൂമിനകത്തേക്ക് കയറിയതും വല്യച്ചൻ അങ്ങനെ ഒറ്റയ്ക്ക് ഷൈൻ ചെയ്യണ്ട എന്ന ഭാവത്തിൽ മലയിലെ മാമനും പിന്നാലെ ചെന്നു. സുമാരൻ വല്യച്ചനും മലയിലെ മാമനും CID ദാസനെയും വിജയനെയും പോലെ മുറിക്കകം അതീവ ശ്രദ്ധയോടെ പരിശോധിക്കാൻ തുടങ്ങി. മുറിക്കകത്ത് ഇനി എന്തെങ്കിലും പൊട്ടാതെ കിടക്കുന്നുണ്ടോ എന്ന് പേടിച്ച് ബാക്കിയുള്ളവർ അകത്തേക്ക് കയറിയില്ല. അതീവ ശ്രദ്ധയോടെ വല്യച്ചനും മലയിലെ മാമനും മുറിയിൽ പരിശോധിച്ചു കൊണ്ടിരിക്കെ ഗണേശൻ മാമൻ വാ കൊണ്ട് ഠേ എന്നൊരു ശബ്ദമുണ്ടാക്കി. തമാശയായിട്ടായിരിക്കും. പക്ഷേ അത് കേട്ട് മലയിലെ മാമനും സുമാരൻ വല്യച്ചനും പരദൈവങ്ങളെ എന്ന് നിലവിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഓടി. മലയിലെ മാമന്റെ തല കട്ടിളപ്പടിയിൽ ഇടിച്ച് മുറിഞ്ഞു. ഒരുമാതിരി മറ്റേയിടത്തെ പരിപാടി കാണിക്കരുത്. മലയിലെ മാമൻ ഗണേശൻ മാമന്റെ കവിളിൽ ഒരു കുത്തു കൊടുത്തുകൊണ്ട് പറഞ്ഞു. പിന്നീട് മുറിക്കകത്തേക്ക് കയറാൻ വല്യച്ചനും മലയിലെ മാമനും ധൈര്യമുണ്ടായില്ല. അപ്പോൾ 2 പുതിയ സാഹസികർ അതിന് തയ്യാറായി മുന്നോട്ട് വന്നു. പ്രകാശൻ കൊച്ചച്ചനും മധുമാമനുമായിരുന്നു ആ പോരാളികൾ. മുറിക്കകത്തേക്ക് അവർ അതീവ ശ്രദ്ധയോടെ പ്രവേശിച്ചു.